ശൂന്യം. ഇതെന്തൊരു കൊട്ടാരം? വെല്ലുമില്ല പുല്ലുമില്ല. ഒരു മണിയെങ്കിലും വാങ്ങിച്ച് കെട്ടിക്കൂടെ? അയ്യോ അയ്യോ, എന്താടാ ഇത്? കഥവ് ചവിട്ടി പൊളിക്കുകയാണോ? ഞാൻ ചവിട്ടിയില്ല, ഇടിച്ചേ ഉള്ളൂ. നിനക്ക് ഇടിച്ചു പൊളിക്കാനാണ് കഥ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ആരാ? എന്താ വേണ്ടത്? എനിക്ക് റിസീവർ സാറിനെ ഒന്ന് കാണണമായിരുന്നു. ഇതേ കൊട്ടാരമാണ്, ഓഫീസ് അവിടെയാ. അല്ല, ഈ തമ്പുരാട്ടിയാണോ? അല്ല, ജോലിക്കാരി. വിഷ്ണു, ആ, താൻ എവിടെയാ സംഗീതം പഠിച്ചേ? തൃപ്പൂണിത്തറ. അല്ല, പാലക്കാട്. എവിടെ നിങ്ങൾ തീർത്തു പറയടൂ. രണ്ടിടത്തും പഠിച്ചിട്ടുണ്ട്. ആ ജാനുവമ്മേ, തമിഴ്നാട്ടിൽ കുളി കഴിഞ്ഞ ഹാളിലേക്ക് വരാൻ പറ. ഒരു പാട്ടുപാതര് വന്നിട്ടുണ്ട്. ആ ഡാൻസറോടെ വിളിച്ചോ. ആ രാവിലെ മൂക്ക് മുട്ട തിന്നേച്ച് കിടന്ന് ഉറങ്ങുക. ഡാൻസറെ, ഒരു പാട്ടുവാദ്യർ വന്നിരിക്കുന്നു, അതിനെ ഇന്റർവ്യൂ ചെയ്യാൻ. ഓ, പാട്ടുവാദ്യർ വന്നു. കലാകാരൻ താമസിക്കുന്ന മുറിയിൽ ഉണക്ക ഇംഗ്ലീഷ് പാദ്യർ എന്തിനു വന്നു ചോദിക്കാനും അതങ്ങ് നേരിട്ട് ചോദിച്ചാ മതി. രാവിലെ എന്നെ കൊണ്ട് തന്തയ്ക്ക് വിളിപ്പിക്കുന്നത്. ബ്ലഡി ഫൂൾ റാസ്കൽ. എന്താടാ നോക്കുന്നത് ഡെഡി ഡാൻസർ? തന്റെ ഭാഷയിൽ സംസാരിക്കാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ കലാമണ്ഡലത്തിന്റെ സൃഷ്ടിയായതുകൊണ്ട്. എന്താടാ ഇളിക്കുന്നത്? അല്ല, ഈ കലാമണ്ഡലത്തിൽ സൈക്കിൾ യജ്ഞം പഠിപ്പിക്കുന്നുണ്ടോ? സൈക്കിൾ യജ്ഞത്തിനും സർപ്പ യജ്ഞത്തിനും ഡാൻസ് കളിച്ചിരുന്ന തെരുവ് കൂത്താടി. ഐ ആം എ ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്. യു മൈൻഡ് ഇറ്റ്? അന്നദാതാവായ പൊന്നുതമ്പുരാന്റെ തൃക്കൈയിൽ നിന്നും പട്ടും വളയും വീരശൃംഖലയും നാട്യ തിലകോത്തമൻ എന്ന ബഹുമതിയും രണ്ട് കൈയും നീട്ടി മേടിച്ച അതുല്യനായ കലാകാരനാണടാ ഞാൻ. അല്ല, നിന്നെ പോലെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി മാത്രം 5ാം ക്ലാസ് വരെ പഠിച്ചവനല്ല ഈ ഞാൻ. തളാങ്കു തരികട തോം.